ഓം ക്രീം മേക്കപ്പായ നമഃ. ഒരുപാട് നാൾ കൂടി നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറയുന്നില്ല, ഞാൻ മേക്കപ്പ് ഇടുന്നത് കാണിച്ചു തരാം. ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ല, എൻ്റെ ഇളയ നാത്തൂനങ്ങ് സൗദിയിൽ നിന്ന് വന്നപ്പം എനിക്ക് കൊണ്ടു തന്നതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ക്രീമുകളും പൗഡറും ഒക്കെ ഞാനങ്ങ് ഉപേക്ഷിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്ത് ചെറിയൊരു ചേഞ്ച് വന്നിട്ടില്ലേ. പിന്നെ പൗഡർ കട നിർത്തുന്നതിന് മുമ്പ് ചേട്ടൻ്റെ കാല് പിടിച്ച് ഞാൻ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നതാണ്. കാരണം ഈ പൗഡർ ക്രീമൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുഖം അലൂമിനിയം പാട്ടയ്ക്ക് പെയിൻ്റ് അടിച്ചതുപോലെയാകും. കാരണം ഓയിലി സ്കിന്നാണേ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിത് വർഷങ്ങൾക്ക് മുമ്പേ അങ്ങ് നിർത്തിയത്. പൗഡർ ആണെങ്കിൽ ഞാൻ ആകെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ടിക്ടോക്ക് തുടങ്ങിയ കാലം മുതൽ KPAC ലളിതമ്മയുടെ വീഡിയോ ചെയ്യാനും അങ്ങനെ പ്രായമായവരുടെ വീഡിയോ ചെയ്യാനൊക്കെ മുടി നരപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഈ മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് പൗഡർ ഇടാറുണ്ട് എന്ന് മാത്രം. അപ്പം മുഖത്തെ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ നമ്മളെ മുഖത്ത് യൂസ് ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഒരുപാട് പേര് നല്ലതാണ്, നല്ല കളറാണ്, നല്ല ഷെയ്ഡാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരാറുണ്ട്. ലാക്മിയുടെ 05 എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. കുറേ നാളുകളായിട്ട്, അതായത് ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഐബ്രോ പെൻസിൽ ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രൗൺ കളറിൻ്റെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാവോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ബ്രൗൺ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹിമാലയയുടെ ഒരു കാജലാണ് ഞാൻ കണ്ണെഴുതാനായിട്ട് ഉപയോഗിച്ചത്. ഞാൻ പിന്നെ പൊതുവേ ഇങ്ങനെയൊന്നും കണ്ണെഴുതാറൊന്നുമില്ല. ഇപ്പോൾ ഒന്നിനും നമുക്ക് സമയം കിട്ടാറില്ല കേട്ടോ. ഇതേതോ പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിയ ഒരു പൊട്ടാണ്, പല കളറിലുള്ള പൊട്ടാണ്. അതിൽ നിന്ന് ഞാനൊരു മെറൂൺ കളറ്, ആ ഒരു മെറൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സിന്ദൂരം, ഇത് തന്നെയല്ലേ നമ്മുടെ ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിന്ദൂരം ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് കുളിച്ച് വന്നപ്പോൾ ഫേസ് വെറുതെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രം ചെയ്തതാണ്. ഒരുപാട് നാളായില്ലേ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് എന്നോർത്തു. ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ മേക്കപ്പ് ഇടുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സത്യത്തിൽ ഇങ്ങനെയൊന്നുമല്ല മേക്കപ്പ് ഇടണ്ടേന്ന് എനിക്കറിയാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ചുന്ദരി ആയില്ലേ.